നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. +1 ഇക്കണോമിക്സ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായും പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആവർത്തിച്ചു വന്ന ചോദ്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് റെഗുലർ സ്റ്റുഡൻസിനും തുല്യതാ പഠിതാക്കൾക്കും, പരീക്ഷ എഴുതാൻ പോകുന്ന തുല്യതാ പഠിതാക്കൾക്കും 100% ഉപകരിക്കുന്നതാണ്. പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുള്ളത്, ഇക്കണോമിക്സ് പരീക്ഷയ്ക്ക് 2024 മാർച്ചിൽ നടക്കുന്ന ഇക്കണോമിക്സ് പരീക്ഷയ്ക്ക്, അതുപോലെ തന്നെ 2024 ജൂലൈയിൽ തുല്യതാ പരീക്ഷയ്ക്കും ഈ പറയുന്ന ചോദ്യങ്ങൾ, ഈ വീഡിയോയിലെ ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് 100% ഗ്യാരണ്ടിയോടുകൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ത്യൻ ഇക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്നതാണ് ചാപ്റ്ററിൻ്റെ പേര്. ഇതിൽ നമുക്ക് ആവർത്തിച്ചു വന്ന ചോദ്യങ്ങളാണ് പറയുന്നത്. ബ്രിട്ടീഷ് എക്കോണമിക് പോളിസി ഹാഡ് 2 ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, അതായത് ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക നയത്തിന് 2 ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അത് ഏതെല്ലാമാണ് എന്നാണ് ചോദ്യം വരിക. ഓക്കെ, ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഹാഡ് ഓൺലി 2 economic policies. What are they? അല്ലെങ്കിൽ ദ ഇമ്പോർട്ടൻ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബ്രിട്ടീഷ് പോളിസി എന്നൊക്കെയാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. ഓക്കെ, ബ്രിട്ടീഷ് എക്കോണമി പോളിസിയുടെ 2 ഒബ്ജക്റ്റീവ്സ്, 2 ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം വരിക. ഓക്കെ, അതാണ് ഒരു ചോദ്യം, 2 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. രണ്ടാമത്തത് ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. 1 വേർഡ് ക്വസ്റ്റ്യനിൽ ദേശീയ വരുമാനം കണക്കാക്കിയ പ്രമുഖ വ്യക്തി ആര് എന്നാണ്. അതായത് അണ്ടർ ബ്രിട്ടീഷ് റൂൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റഡ് എന്നുള്ളത് ആണ് ചോദിക്കുക. ഹൂ കാൽക്കുലേറ്റഡ് നാഷണൽ ഇൻകം അണ്ടർ ബ്രിട്ടീഷ് റൂൾ എന്നാണ് ചോദിക്കുക. ഓക്കെ, ഹൂ കാൽക്കുലേറ്റ് ഇന്ത്യാസ് നാഷണൽ ഇൻകം അണ്ടർ ബ്രിട്ടീഷ് റൂൾ. ഓക്കെ, ബ്രിട്ടീഷുകാരുടെ ഭരണകാലയളവിൽ ഇന്ത്യയുടെ ദേശീയ വരുമാനം അളന്ന വ്യക്തി ആരാണ് എന്ന് ചോദിക്കും. ഓക്കെ, അതായത് ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജി ഇല്ലാത്തൊരു ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. മൂന്നാമതൊരു ചോദ്യം വരുന്നത്, വാട്ട് ആർ ദ റീസൺ ഫോർ സ്റ്റാഗ്നേഷൻ ഓഫ് അഗ്രികൾച്ചർ. വാട്ട് ആർ ദ റീസൺ ഫോർ സ്റ്റാഗ്നേഷൻ ഓഫ് അഗ്രികൾച്ചർ. അഗ്രികൾച്ചർ അതായത് കാർഷിക മേഖല സ്റ്റാഗ്നൻ്റ് ആവാനുള്ള കാരണം, സ്തംഭിക്കാനുണ്ടായ കാരണങ്ങൾ എന്തെല്ലാമാണ്. കാർഷിക മേഖല, ബ്രിട്ടീഷ് ഭരണകാലയളവിൽ കാർഷിക മേഖല സ്തംഭിച്ചത് എങ്ങനെ, അല്ലെങ്കിൽ സ്തംഭിക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, 4 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇനി നമുക്ക് അവിടെ മറ്റൊരു ചോദ്യം വരുന്നത്, കമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. അതൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. കമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്, അതായത് ട്രാൻസിഷൻ ഓഫ് ഫുഡ് ക്രോപ്സ് ടു ക്യാഷ് ക്രോപ്സ് എന്നുള്ളതാണ്. ഈ കമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, അതായത് കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്നാണ് പറയുന്നത്. ഓക്കെ, മറ്റൊരു 1 വേർഡ് ചോദ്യം വരുന്നത്, ടിസ്കോ എന്താണ്, അല്ലെങ്കിൽ ടിസ്കോ രൂപീകരിക്കപ്പെട്ടത് എന്നാണ്. ചേരുംപടി ചേർക്കുന്നതിലോ വിട്ട ഭാഗം പൂരിപ്പിക്കാനോ അല്ലെങ്കിൽ 1 വേർഡ് തിരഞ്ഞെടുത്ത് എഴുതാനോ ഒക്കെ ചോദിക്കാവുന്നതാണ്. ടിസ്കോയുമായി ബന്ധപ്പെട്ട ചോദ്യം. 1907 ടിസ്കോ സ്ഥാപിച്ചു. ജാംഷെഡ്ജി ടാറ്റ ജാംഷെഡ്പൂരിലാണ് സ്ഥാപിച്ചത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ടിസ്കോയുമായി ബന്ധപ്പെട്ട ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ദ തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, 4 മാർക്ക്, 5 മാർക്ക് വരെ ചോദിക്കാവുന്ന ചോദ്യം. തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ. ഓക്കെ, അതായത് ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തം എന്നാണ് ഇതിന് പറയുന്നത്. ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തത്തിൻ്റെ 3 ഘട്ടങ്ങൾ ഏതൊക്കെയാണ് അത് ചോദിക്കാം. അല്ലെങ്കിൽ ഇത് ഒരുമിച്ചാണ് എഴുതേണ്ടത്. ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കുക. അതുപോലെ ഇത് പഴയകാല ക്വസ്റ്റ്യനാണ്, പക്ഷെ അതിപ്പോൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒക്യുപ്പേഷണൽ സ്ട്രക്ചറുമായി ബന്ധപ്പെടുത്തിയിട്ട് എംപ്ലോയ്മെൻറ്റ് സെക്ടേഴ്സ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 3 എന്ന് പറഞ്ഞിട്ട് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. അപ്പോൾ ബ്രിട്ടീഷ് കാലയളവിൽ ഈ 3 മേഖലകളിലും ഉണ്ടായിട്ടുള്ള ആളുകളുടെ, അല്ലെങ്കിൽ തൊഴിലെടുക്കുന്ന ആളുകളുടെ എണ്ണത്തെ ഒരു ടേബിൾ തന്നുകൊണ്ട് അതിനെ ജസ്റ്റ് വിവരിക്കാൻ വേണ്ടി പറയും. നമുക്കത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കണം. ഒക്യുപ്പേഷണൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട്, അതായത് തൊഴിൽപരമായ ഘടന എന്നാണ് മലയാളം, അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം പ്രതീക്ഷിക്കാം. ഓക്കെ, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് 4 മാർക്കിൻ്റെ, അതായത് ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ റെയിൽവേ, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ റെയിൽവേയുടെ കോൺസിക്വൻസസ് ചോദിക്കാം. ഓക്കെ, കോൺസിക്വൻസസ് ഓഫ് റെയിൽവേ എന്നാണ് ചോദ്യം ഉണ്ടാവുക. കോൺസിക്വൻസസ് ഓഫ് റെയിൽവേ, അതായത് റെയിൽവേയുടെ അനന്തരഫലങ്ങൾ.
റെയിൽവേയുടെ അനന്തര ഫലങ്ങൾ. ഓക്കെ, ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒന്നാമത്തെ ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് 5 മാർക്കാണ് വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് എടുത്ത് പറയേണ്ടത് അപ്പോൾ സ്റ്റാഗ്നേഷൻ ഓഫ് അഗ്രികൾച്ചർ ഇൻ ഇന്ത്യ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഡെമോഗ്രാഫിക് തിയറി ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ റെയിൽവേയുടെ അനന്തരഫലങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഞാൻ ആ ഇമ്പോർട്ടൻ്റ് എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കിയത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് നോക്കുമ്പോൾ ഇന്ത്യൻ എക്കോണമി 1950 to 1990 ആണ്. 1950 മുതൽ 90 വരെയുള്ള കാലഘട്ടത്തിലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. ഇവിടെ നമുക്ക് 3 തരം സമ്പദ് വ്യവസ്ഥകളെ കുറിച്ച് പറയുന്നുണ്ട്. ടൈപ്സ് ഓഫ് എക്കണോമിക് സിസ്റ്റം പറയുന്നുണ്ട്. ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് മിക്സ്ഡ് എക്കോണമി. സോഷ്യലിസ്റ്റ് എക്കോണമിയുടെ മറ്റൊരു പേരെന്താണെന്ന് ചോദിക്കാറുണ്ട്. അത് കൃത്യമായിട്ട് 1 വേർഡിൽ പഠിക്കുക. അത് കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്. സോഷ്യലിസ്റ്റ് എക്കോണമിയുടെ മറ്റൊരു പേര് എന്താണ് എന്ന് കൃത്യമായിട്ട് ചോദിക്കും. ഓക്കെ, 3 എക്കോണമിയിൽ ആരൊക്കെയാണ് സെൻട്രൽ പ്രോബ്ലംസ് ഉണ്ടായാൽ, അത് കേന്ദ്രീയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിന് പരിഹാരം കാണുന്നത് ആരാണ് എന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ പഠിക്കേണ്ട മറ്റൊരു ഭാഗമാണ് ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ്. പ്ലാനിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് അല്ലെങ്കിൽ 5 ഇയർ പ്ലാൻസിൻ്റെ ഗോൾസ് പഠിക്കാനുണ്ട്. 5 ഇയർ പ്ലാൻസിൻ്റെ ഗോൾസ് 4 മാർക്ക് വരെ ചോദിക്കുന്ന ചോദ്യം, വെരി ഇമ്പോർട്ടൻറ്റ്. 5 ഇയർ പ്ലാൻസിൻ്റെ ഗോൾസ് ആണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗം അത് മാത്രമാണ്, 5 ഇയർ പ്ലാൻസിൻ്റെ ഗോൾസ്. ഓക്കെ, പിന്നെ ഗ്രീൻ റവല്യൂഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ചോദിക്കാവുന്നത് ഗ്രീൻ റവല്യൂഷൻ എന്താണ്, ഗ്രീൻ റവല്യൂഷൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണ്, ഹരിത വിപ്ലവത്തിൻ്റെ ഘടകങ്ങൾ. ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ ഘടകങ്ങളാണ്. പിന്നെ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും, അതായത് ബെനിഫിറ്റ്സ് ഓഫ് ഗ്രീൻ റവല്യൂഷൻ, ഡെഫിഷ്യൻസീസ് ഓഫ് ഗ്രീൻ റവല്യൂഷൻ, അതായത് മെറിറ്റ്സ് ഡിമെറിറ്റ്സ്, അതായത് ഗുണങ്ങളും ദോഷങ്ങളും, ഹരിത വിപ്ലവത്തിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും. ഓക്കെ, പിന്നെ അവിടെ നമുക്ക് പഠിക്കാനുള്ളത് IPR, ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. IPR ചോദിച്ചിട്ടുണ്ട്. 1956 IPR എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. അതായത് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ, വ്യവസായ നയപ്രമേയം എന്നാണ് മലയാളം. 1956 വ്യവസായ നയപ്രമേയം എന്താണ് എന്ന് വിവരിക്കാൻ വേണ്ടി ചോദിക്കാം. 4 മാർക്കാണ്. പിന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ട് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ മെറിറ്റ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ചോദിക്കുന്നുണ്ട്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, ചെറുകിട വ്യവസായങ്ങളുടെ ഗുണങ്ങൾ ചോദിക്കുന്നു. അതുപോലെ കാർവേ കമ്മിറ്റി എന്താണ്, കാർവേ കമ്മിറ്റി എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് പഠിക്കുക. കാർവേ കമ്മിറ്റി 1955 രൂപീകരിച്ചതാണ്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി രൂപീകരിച്ചതാണ്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് രൂപീകരിച്ചതാണ്. അതൊക്കെയാണ് ഏത് കാർവേ കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കാർവേ കമ്മിറ്റിയൊക്കെ ഒന്ന് ഓർമ്മയിൽ വെക്കുക. ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ, ഒരു 2 മാർക്ക് വരെ ചോദിക്കുന്ന ചോദ്യമാണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. അതായത് ഇറക്കുമതി പ്രതിസ്ഥാപനം അല്ലെങ്കിൽ ഇറക്കുമതി ബദൽ എന്നാണ് പറയുന്നത്. അതിൽ 2 ടാക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് താരിഫ്, രണ്ടാമത്തത് കോട്ട എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ചാപ്റ്ററാണ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ ആൻഡ് അപ്രൈസൽ. നമുക്ക് വെയിറ്റേജ് തന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദ്യം വരുന്ന ഒരു ചാപ്റ്റർ ഇതാണ്. ഇതിലൊരു എസ്സേ നമുക്ക് നിർബന്ധമായിട്ടും പ്രതീക്ഷിക്കാം. ഇതിൽ ആദ്യത്തെ ചോദ്യം ബാക്ക്ഗ്രൗണ്ട് ഓഫ് റിഫോംസ് ആണ്. അതായത് 1991 ഇന്ത്യയിലെ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ആ റിഫോംസ് കൊണ്ടുവന്നു. ആ റിഫോംസിൻ്റെ പേര് ന്യൂ എക്കോണമിക് പോളിസി എന്നാണ്. ആ ന്യൂ എക്കോണമിക് പോളിസി 1991 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ചോദിക്കും, പശ്ചാത്തലം. അതായത് പരിഷ്കാരത്തിൻ്റെ, അതായത് ഇന്ത്യയിൽ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളുടെ പശ്ചാത്തലം വിവരിക്കുക എന്നാണ് മലയാളത്തിൽ ചോദ്യം ഉണ്ടാവുക. ബാക്ക്ഗ്രൗണ്ട് ഓഫ് റിഫോംസ് സിൻസ് 1991 എന്നാണ് ചോദ്യം ഉണ്ടാവുക. അത് കൃത്യമായിട്ട് പഠിച്ചോ, 4 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. പിന്നെ എസ്സേ ചോദിക്കുന്നത് 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയത്തെക്കുറിച്ച് വിവരിക്കുക എന്നുള്ളതാണ്. എക്സ്പ്ലെയിൻ ഓർ ഡിഫൈൻ ന്യൂ എക്കോണമിക് പോളിസി ഓഫ് 1991. 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയം. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് എഴുതേണ്ടത്. ലിബറലൈസേഷൻ എഴുതണം. ലിബറലൈസേഷൻ എന്താണെന്ന് എഴുതിയിട്ട് അതിൽ നടപ്പിലാക്കിയിട്ടുള്ള പരിഷ്കാരങ്ങൾ, ഓരോ മേഖലയിലും നടപ്പിലാക്കിയിട്ടുള്ള പരിഷ്കാരങ്ങൾ, ഫിനാൻഷ്യൽ സെക്ടർ, ടാക്സ് റിഫോംസ്, അതുപോലെ ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസ്, ഇൻഡസ്ട്രിയൽ സെക്ടർ, ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി റിഫോംസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് അതിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. പിന്നീട് അതിൽ രണ്ടാമത്തെ ഘടകമായിട്ട് പ്രൈവറ്റൈസേഷൻ ഉൾപ്പെടുത്തണം. പ്രൈവറ്റൈസേഷൻ അതിൻ്റെ ഘടകങ്ങൾ വിവരിക്കുക. പിന്നെ ഗ്ലോബലൈസേഷൻ എന്താണ് വിവരിക്കുക. ഗ്ലോബലൈസേഷനിൽ നമ്മൾ ലാസ്റ്റ് അതിൻ്റെ ഒരു ഘടകമായിട്ട് പറയുന്നത്
ഔട്ട്സോഴ്സിംഗ് ആണ്. ഔട്ട്സോഴ്സിംഗ് എന്താണെന്ന് വിവരിക്കുന്നത് വരെ നമ്മൾ എഴുതിയാലാണ് അതൊരു എസ്സേ ആവുക, 8 മാർക്കിൻ്റെ ചോദ്യമാവുക. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം, ഉറപ്പാണ്. 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയം എന്താണെന്നാണ് അവിടെ ചോദ്യം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ആ ചാപ്റ്ററിൽ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാനുള്ളത്. അടുത്ത 4ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 4ാമത്തെ ചാപ്റ്റർ പോവർട്ടി ആണ്. പോവർട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് ആരാണ് പോവർട്ടി അല്ലെങ്കിൽ ആരാണ് പുവർ എന്ന് ചോദിക്കാം. അതായത് നമുക്ക് ഈ റൂറൽ പുവറും അതുപോലെ തന്നെ കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നുണ്ട്. റൂറൽ പുവർ അതുപോലെ തന്നെ അർബൻ പുവർ ആരൊക്കെയെന്ന് ചോദിക്കാം. അതുപോലെ കാറ്റഗറൈസിങ് പോവർട്ടി വേറെ തന്നെ ഉണ്ട്. കാറ്റഗറൈസിങ് പോവർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പോവർട്ടി ലൈനിൽ താഴെ കിടക്കുന്ന ആളുകളെ വീണ്ടും നമ്മൾ ഒരു 5 തരംതിരിക്കുന്നുണ്ട്. അതായത് മെയിൻലി 3 തരംതിരിക്കുന്നുണ്ട്. ക്രോണിക് പുവർ, ട്രാൻസിയൻറ്റ് പുവർ, നോൺ പുവർ എന്ന് പറഞ്ഞിട്ട്. ഓൾവേസ് പുവർ, യൂഷ്വലി പുവർ, ചേണിങ് പുവർ, ഒക്കേഷണലി പുവർ, നെവർ പുവർ, ഇങ്ങനെയൊക്കെ നമ്മൾ ഈ പോവർട്ടിയെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അത് ചിത്രസഹിതമാണ് വിവരിക്കേണ്ടത്. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്, സെപ്പറേറ്റ് എടുത്ത് കാണാൻ മറക്കണ്ട. പോവർട്ടി ലൈൻ ഒരു 3 മാർക്കിൻ്റെ ചോദ്യമാണ്. പോവർട്ടി ലൈൻ, ഇന്ത്യയിൽ പോവർട്ടി നിർണ്ണയിക്കുന്നത് ആരാണെന്ന് 1 വേർഡ് ചോദിക്കാറുണ്ട്. പോവർട്ടിയുടെ കലോറിയുടെ അടിസ്ഥാനത്തിൽ പോവർട്ടി നിർണ്ണയിക്കുന്നതിൻ്റെ ആ ഒരു അളവ് എത്രയാണെന്നുള്ളത് പഠിക്കണം. പിന്നെ ഡോളർ പോവർട്ടി, എത്ര ഡോളറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡോളർ പോവർട്ടി കണക്കാക്കുന്നത് എന്നുള്ളത് പഠിക്കുക. അതുപോലെ പോവർട്ടിയുടെ സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ പോവർട്ടിയുടെ ഫീച്ചേഴ്സാണ് പറയുന്നത്. ഫീച്ചേഴ്സ് ഓഫ് പോവർട്ടി അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോവർട്ടി അങ്ങനെ ചോദിക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോവർട്ടി, പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടൻസ് കോസസ് ഓഫ് പോവർട്ടി എന്നുള്ള ഭാഗത്തിനാണ്. അതൊരു 5 മാർക്കിൻ്റെ ചോദ്യം സെപ്പറേറ്റ് ആണെങ്കിൽ. കോസസ് ഓഫ് പോവർട്ടി 2 മാർക്കിനോ മറ്റോ മോഡൽ എക്സാമിന് ചോദിച്ചതാണ്. പക്ഷേ 2 മാർക്ക് ചോദിക്കുമ്പോൾ 2 പോയിൻ്റ് അല്ലെങ്കിൽ 4 പോയിൻ്റ് എഴുതിയാൽ മതി. പക്ഷെ നമുക്കിവിടെ ഒരു 10-12 പോയിൻ്റ് പഠിക്കാനുണ്ട് കോസസ് ഓഫ് പോവർട്ടി എന്നുള്ളത്. അത് എസ്സേയുടെ കണക്ട് ചെയ്തുകൊണ്ട് ചോദിക്കാറുണ്ട്. ഇത് എസ്സേ ആണ് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് വരുന്നത്. പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഫോർ പോവർട്ടി അലീവിയേഷൻ, പോവർട്ടി അല്ലെങ്കിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ഇന്ത്യയിൽ നടപ്പിലാക്കിയ പദ്ധതികളും പരിപാടികളും വിവരിക്കുക എന്നുള്ളതാണ്. അതൊരു 3 ടയർ പോളിസിയാണ്. അതായത് ത്രിമുഖ സമീപനമാണ് ഇന്ത്യയിൽ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടി നടപ്പിലാക്കിയത്. സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം, ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാം, സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാം, ഇങ്ങനെ 3 പദ്ധതികളാണുള്ളത്. ആ 3 പദ്ധതികളെയും വിശാലമായിട്ട് വിശദീകരിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എസ്സേ കിട്ടും. വളരെ കൃത്യമായിട്ട് നിങ്ങളത് പഠിക്കണം. നിങ്ങളത് പഠിച്ചാൽ നിങ്ങൾക്ക് 1 മാർക്ക് പോലും നഷ്ടപ്പെടില്ല. 8 മാർക്ക് നിങ്ങൾക്ക് കയ്യിൽ വയ്ക്കാൻ പറ്റും. അപ്പോൾ പോവർട്ടി അലിവേഷൻ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട എസ്സേ വരും. അതിൻ്റെ ക്രിട്ടിക്കൽ അസസ്മെൻറ്റ് കൂടിയാണ് ചോദിക്കുക. അപ്പോൾ കോസസ് ചിലപ്പം കണക്ട് ചെയ്ത് ചോദിക്കും. പോവർട്ടി അലിവേഷൻ പ്രോഗ്രാംസ് ഏതൊക്കെയാണ് ചോദിക്കും. അതിൻ്റെ പോവർട്ടിയുടെ കോസസ് ചോദിക്കും. അതിൻ്റെ ക്രിട്ടിക്കൽ അസസ്മെൻറ്റ് കൂടി ചോദിക്കും. അതായത് വിമർശനാത്മകമായിട്ട് അത് വിവരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുക. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് 4ാമത്തെ ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 5ാമത്തെ ചാപ്റ്റർ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇന്ത്യയിൽ നമുക്ക് ആകെ 2 ചോദ്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. അതായത് സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്നുള്ളതാണ്. സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ 5 പോയിൻ്റ് ഉണ്ട്. അത് 5 മാർക്കിന് ചോദിക്കുന്നതാണ്. സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ 4-5 മാർക്കിനാണ് ചോദിക്കുക. അത് ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിലെ സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ. പിന്നെ ഇവിടെ നമുക്ക് സാധ്യത കാണുന്ന ഒരു ചോദ്യമാണ് ഫിസിക്കൽ ക്യാപിറ്റലും ഹ്യൂമൻ ക്യാപിറ്റലും തമ്മിലുള്ള ഡിഫറൻസ്. അതൊരു 4 മാർക്കിൻ്റെ ചോദ്യമാണ്. ഹ്യൂമൻ ക്യാപിറ്റൽ അതായത് മനുഷ്യ മൂലധനവും അതുപോലെ തന്നെ ഭൗതിക മൂലധനവും തമ്മിലുള്ള വ്യത്യാസം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഒരു 4-5 മാർക്കിന് ചോദിക്കാവുന്നതാണ്. പിന്നെ റെഗുലേറ്ററി ബോഡീസ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കിപ്പോയാൽ മതി. റെഗുലേറ്ററി ബോഡീസ് ഇൻ എഡ്യൂക്കേഷണൽ സെക്ടർ, റെഗുലേറ്ററി ബോഡീസ് ഇൻ ഹെൽത്ത് സെക്ടർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഭാഗങ്ങളുണ്ട്. അതായത് ആരോഗ്യ മേഖലയെ നിയന്ത്രിക്കുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്, വിദ്യാഭ്യാസ മേഖലയെ നിയന്ത്രിക്കുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് നോക്കി പോവുക ഈ ചാപ്റ്ററിൽ നിന്ന്. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് ഈ ചാലഞ്ചസ് ഓഫ് ദ ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ട് വിദ്യാഭ്യാസ മേഖല നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നുള്ളത് ഒരു പഴയ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഈ അടുത്ത കാലത്തൊന്നും അത് അങ്ങനെ ചോദിച്ചിട്ടില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ 2 ചോദ്യങ്ങൾക്ക് ഇതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ 5 ചാപ്റ്റേഴ്സാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. തുടർന്ന് നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോ തുടർന്നുള്ള ചാപ്റ്റേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഞാനത് വലുതാക്കി നീട്ടി പറയുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മാക്സിമം ഷെയർ ചെയ്യുക. അടുത്ത ഒരു വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.